ആദ്യം തന്നെ പേയ്മെൻറ്റ് പ്രൂഫാണ് കാണിക്കുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്കൊരു 4 രൂപ റിസീവ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ 4 രൂപ കിട്ടുന്നതാണ്. അപ്പോൾ ഈ 4 രൂപ എങ്ങനെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ പേടിഎം വാലറ്റിലേക്ക് കിട്ടുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും. പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ എത്തുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോണിൽ സൈൻ ഇൻ ചെയ്തിട്ട് എല്ലാ ജിമെയിൽ ഐഡീസും കാണിക്കും. അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈൻ ഇൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേടിഎം നമ്പർ തെറ്റുകൂടാതെ ഫസ്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റെഫറൽ കോഡ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിരുന്ന ആ റെഫറൻസ് കോഡ് നിങ്ങൾ തെറ്റുകൂടാതെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് സൈനപ്പ് ബോൺസ് ഒക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ക്ലെയിം ആയിട്ടുള്ളത് നിങ്ങൾക്ക് 114 രൂപയായിട്ട് സൈനപ്പ് ബോൺസ് കിട്ടും. ഭാഗ്യമുള്ളവർക്ക് 500 കോയിൻസ് വരെ സൈനപ്പ് ബോൺസ് ആയിട്ട് കിട്ടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇതിൽ ഓഫർ എന്തോന്ന് ഡെയിലി റിവാർഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റും. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ആഡ്സ് വരുന്നതായിരിക്കും. ആ ആഡ്സ് കാണുന്നതോടുകൂടി ജസ്റ്റ് നിങ്ങൾക്ക് ഒരു 10 കോയിൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു അക്കൗണ്ടിലെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുന്നതുമായിരിക്കും. നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും ഡെയിലി റിവാർഡായിട്ടുള്ള 10 കോയിൻസും കൂടി ആഡ് ആയിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് 124 കോയിൻ അവൈലബിൾ ആയിട്ടുണ്ട്. സെക്കൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഇതിലൊരു ക്യാപ്ച എന്ന് പറയുന്ന ഒരു ഓഫർ കാണാൻ പറ്റും. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഉണ്ട് ഒരു 30 ക്യാപ്ച കാണും. അത് ഓരോന്നും നിങ്ങൾ എൻ്റർ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഒരു കോയിൻ ഏൺ ചെയ്യാം. ഒന്നുമില്ല, നിങ്ങൾക്ക് ഏറ്റവും മേളായിട്ട് കൊടുത്തേക്കുന്ന ആ ഒരു ക്യാപ്ച നിങ്ങൾ അതേപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. ഫസ്റ്റ് നിങ്ങൾ നോക്കണം മേളിൽ ക്യാപിറ്റലാണോ സ്മാൾ ആണോ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് തന്നെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ തന്നെ കൊടുത്താൽ മാത്രമേ ഇത് കറക്റ്റ് ആവത്തുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ക്യാപ്ച എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാപ്ച മാച്ച്ഡ് എന്ന് പറയും. അതിനുശേഷം ജസ്റ്റ് ഇതേപോലെ ഒരു ആഡ്സ് വരും. ആ ഒരു ആഡ്സ് നിങ്ങൾ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നത്, അതായത് നിങ്ങളുടെ കോയിൻ. അപ്പോൾ 23 കോയിനാണ് ഈ ഒരു ഒറ്റ ക്യാപ്ച നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റിൽ 5 ക്യാപ്ച ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഉള്ള ക്യാപ്ചയും കൂടെ ചെയ്യാം. അതായത് 25 ക്യാപ്ചയും കൂടെ നമുക്കിനി ചെയ്യാനുണ്ട്. അതും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും വീണ്ടും ഒരു ക്യാപ്ച എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഓഫർ കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ക്രാച്ച് കാർഡാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് അൺലിമിറ്റഡ് സ്ക്രാച്ച് ചെയ്തുകൊണ്ട് മണി ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ സ്ക്രാച്ചിലും ആഡ്സ് വരുന്നതായിരിക്കും. ഈ 16 സ്ക്രാച്ച് കാർഡ് നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈ 16 ക്യാപ്ചയും നിങ്ങൾ സ്ക്രാച്ച് ചെയ്യുന്നത് വഴി ഈ നിങ്ങൾക്ക് ഇത്രയും സ്ക്രാച്ച് കാർഡ്, അതായത് ടോട്ടൽ 16 സ്ക്രാച്ച് കാർഡിൻ്റെ ഈ സ്ക്രാച്ച് കാർഡ് എല്ലാം സ്ക്രാച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു നിശ്ചിത കോയിൻ നല്ലൊരു കോയിൻ തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ബാക്ക് ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഒരു ആഡ്സ് വരും. അതായിട്ട് നമുക്ക് വിഡ്രോയിലേക്ക് വേണം. വിഡ്രോയ്ക്കായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയ ഇൻസ്റ്റാൻറ്റ് വിഡ്രോ എന്ന് പറഞ്ഞ് ഫസ്റ്റിൽ തന്നെ കിടപ്പുണ്ട്. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും. അതായത് നിങ്ങൾക്ക് 400 കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 രൂപയായിട്ട് നിങ്ങളുടെ പേടിഎം വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് 800 കോയിൻ ഉണ്ടെങ്കിൽ 4 രൂപയായിട്ട് വിഡ്രോ ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് പേടിഎം വിഡ്രോ വരുന്നത് 100 ആണ്. അതായത് നിങ്ങൾക്ക് ഇത്ര കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 രൂപയായിട്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ 2 എണ്ണമാണ് ആക്റ്റീവായിട്ടുള്ളത്. അതായത് 400 കോയിൻസിൻ്റെ 800 കോയിൻസിൻ്റെ. അതായത് നമുക്ക് വേണമെങ്കിൽ 2 രൂപയായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും, 4 രൂപയായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇവിടെ 4 രൂപയായിട്ട് വിഡ്രോ ചെയ്യുന്നത് കാണിച്ചു തരാം. അതിനായിട്ട് നമുക്കിവിടെ ഗ്രീൻ കളർ റെഡീം എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ വിഡ്രോ എന്നും ബ്ലൂ കളറിൽ കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ലോഡാവും. അപ്പം നിങ്ങൾക്ക് വിഡ്രോ സക്സസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പം സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് വിഡ്രോ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വിഡ്രോ ചെയ്തതിൻ്റെ പേടിഎം വാലറ്റിലെ പ്രൂഫ് ഞാനൊന്ന് കാണിച്ചു തരാം. നോക്കി കാണാൻ പറ്റും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് 4 രൂപ റിസീവ് ആയിട്ടുണ്ട്. നമുക്ക് വിഡ്രോ ചെയ്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ പേടിഎം വാലറ്റിലേക്ക് മണി കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ അൺലിമിറ്റഡ് മണി ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുക. ബെസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ കഴിയുന്നതായിരിക്കും.